നമസ്കാരം. ചീഫ് എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. പ്രതിഷേധമാകാം, പക്ഷേ പ്രതിഷേധം അതിര് കടന്നാലോ? അത്തരം സംഭവമാണ് തിരുവനന്തപുരം ലോ കോളേജിൽ അരങ്ങേറിയത്. സ്വന്തം അധ്യാപകരെ 10 മണിക്കൂറോളം പൂട്ടിയിട്ട SFI നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. മണിക്കൂറുകളോളം വെള്ളം പോലും കൊടുക്കാതെ ഗുരുക്കന്മാരെ ബന്ദിയാക്കിയ നിലപാട് അംഗീകരിക്കാനാകുമോ? കലാലയ രാഷ്ട്രീയം നിലവാരം വിട്ടു പോകുന്നതിനെ ഇനിയെങ്കിലും തടയേണ്ടതല്ലേ? ഇതോ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം? വിശദമായ ചർച്ചയിലേക്ക് പോകും മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തി ദേശീയ ഹരിത ട്രിബ്യൂണൽ. 1 മാസത്തിനുള്ളിൽ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ തുക കെട്ടിവെക്കണം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും ഹരിത ട്രിബ്യൂണൽ. വലിയ തുക അടയ്ക്കാനാകില്ലെന്ന് കൊച്ചി മേയർ. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി MV രാജേഷ്. MV ഗോവിന്ദൻ നയിച്ച CPM പ്രതിരോധ ജാഥയ്ക്ക് സമാപനം. സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ജാഥ വിജയമെന്ന് CPM വിലയിരുത്തൽ. സിറോ മലബാർ സഭ സീനിയർ ബിഷപ്പും ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പൗവത്തിൽ കാലം ചെയ്തു. വിടവാങ്ങിയത് ആത്മീയ ചൈതന്യത്തിന്റെ ഇടയ ശ്രേഷ്ഠൻ. സച്ചിൻ ദേവ് MLA സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സൈബർ സെല്ലിനും സ്പീക്കർക്കും പരാതി നൽകി KK രമ. സച്ചിൻ ദേവ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനമുണ്ടാക്കിയെന്ന് KK രമ. പരിക്കില്ലാതെ പ്ലാസ്റ്റർ ഇട്ടെങ്കിൽ മറുപടി പറയേണ്ടത് ആരോഗ്യവകുപ്പെന്ന് MV ഗോവിന്ദന് KK രമയുടെ മറുപടി. കർണാടകയിലെ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേ കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായി. ഹൈവേ റോഡ് 8480 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ചത്. എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 6 ദിവസം മുമ്പ്. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. ഒറ്റ ദിവസം കൊണ്ട് പവന് കൂടിയത് 1200 രൂപ. പവന് വില 44,240 രൂപ. ട്രെയിനിൽ മദ്യം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്ന് പരാതി. സംഭവം രാജധാനി എക്സ്പ്രസിൽ. യുവതിയുടെ പരാതിയിൽ സൈനികൻ അറസ്റ്റിൽ. എന്താണ് തിരുവനന്തപുരം ലോ കോളേജിൽ നടന്നത്? ആദ്യം റിപ്പോർട്ട് കാണാം. KSUവിന്റെ കൊടിമരം നശിപ്പിച്ച സംഭവത്തിൽ 24 SFI പ്രവർത്തകരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ് SFIയെ പ്രകോപിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് SFI 21 അധ്യാപകരെ മുറിയിൽ പൂട്ടിയിടുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. KSUവിന്റെ കൊടിമരം അടക്കം നശിപ്പിക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതെന്ന് അധ്യാപിക VK സഞ്ജു പറഞ്ഞു. SFIയുടെ നിലപാടിനെതിരെ അധ്യാപിക പോലീസിൽ പരാതി നൽകി. ദേഹോപദ്രവം, തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 50-ലധികം SFI പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിൽ പുറത്തുനിന്നുള്ളവർക്കും പങ്കുണ്ടെന്നും ഏരിയ ജില്ലാ നേതാക്കളെന്ന് അവകാശപ്പെട്ടവരാണ് ഉപരോധത്തിന് നേതൃത്വം നൽകിയതെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. 23 അധ്യാപകരുള്ള കോളേജിൽ വ്യാഴാഴ്ച എത്തിയ 21 പേരെയാണ് ഉച്ചയ്ക്ക് 3 മുതൽ SFI പ്രവർത്തകർ ബന്ദിയാക്കിയത്. 21 പേരിൽ 16 പേരും അധ്യാപികമാരായിരുന്നു. മോചിപ്പിക്കുന്നതുവരെ അധ്യാപകർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകിയിരുന്നില്ല. പ്രായമായ അധ്യാപകർക്ക് മരുന്ന് കഴിക്കാനുണ്ട് എന്ന് അറിയിച്ചിട്ടും ഒരു ദയയും കാട്ടിയില്ല. അധ്യാപകർക്ക് ലഘുഭക്ഷണം എത്തിക്കാൻ ശ്രമിച്ച പോലീസിനെ വിദ്യാർത്ഥികൾ തടയുകയും ചെയ്തു. കൂടാതെ രാത്രിയിൽ ലൈറ്റ് അണച്ച് ഒരധ്യാപികയെ ആക്രമിക്കുകയും ചെയ്തു. പുലർച്ചെ 1 മണിക്കാണ് അധ്യാപകരെ മോചിപ്പിക്കാൻ സാധിച്ചത്. അതേസമയം ലോ കോളേജിലെ SFI സമരത്തിനെതിരായ നിലപാടുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. ലോ കോളേജിലെ സമരരീതിയോട് യോജിപ്പില്ല, ജനാധിപത്യപരമായി സമരം ചെയ്യണമെന്നും നടന്നത് എന്താണെന്ന് SFIക്കാരോട് ചോദിച്ചിട്ട് പറയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം. ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം ലോ കോളേജിൽ നടന്ന ആ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നോടൊപ്പം ഇന്ന് ചേരുന്നു അശ്വതി സൂരജ്. അശ്വതി, പ്രത്യേകിച്ചും ഈ ഒരു സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം കലാലയ രാഷ്ട്രീയം ഏത് തരത്തിലാണ് പോകുന്നത് നമുക്കറിയാം. അല്ല, അക്ഷരപ്പോഴും ജ്ഞാനസ്വരൂപനുമാണ് ഗുരു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് തിരുവനന്തപുരം ലോ കോളേജിലെ ഗുരുക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് സ്വസ്ഥമായി പഠിപ്പിക്കാൻ പറ്റണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാലം എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതിനാണ് നാം ഇന്ന് ഈ ചർച്ചയിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറയുന്നത് ഗുരുവിനെ നമ്മൾ ദൈവമായി കാണുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നതല്ലേ നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കാരണം കലാലയത്തിൽ ഇത്തരം നിരവധി സംഘർഷങ്ങൾ അരങ്ങേറാറുണ്ട്. ഈ പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ സമയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ രണ്ട് സംഘടനകൾ അല്ലെങ്കിൽ രണ്ടിലധികം വരുന്ന സംഘടനകൾ തമ്മിലുള്ള ഒരു വൈരം ഉണ്ടാകാറുണ്ട്. പക്ഷേ അധ്യാപകരെ തന്നെ ഇങ്ങനെ അതെ, നമ്മുടെ യുവതലമുറയിൽ മൂല്യം നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് നാം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലും കഴിഞ്ഞ 2-3 മാസ കാലഘട്ടത്തിനിടയിൽ ഇത്തരത്തിലൊരു സംഭവം കണ്ടതാണ്. അതുപോലെ തന്നെ കാസർഗോഡ് വിഷയം എന്തായാലും പ്രിൻസിപ്പാളിനെ അകത്തുനിന്ന് പൂട്ടിയിടുക എന്നുള്ള, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള സമരമുറകളിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് നാം വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിതിപ്പോൾ. തീർച്ചയായും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്, കൊടിതോരണങ്ങൾ അഴിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ KSUവിൻ്റെ കൊടിതോരണം SFI അഴിക്കാൻ ശ്രമിക്കുന്നു. അത് CCTV അടക്കമുള്ള ഇപ്പോഴത്തെ ഒരുപാട് സംവിധാനങ്ങൾ വഴി അത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ അധ്യാപകർ അത് മനസ്സിലാക്കി അതിനെതിരെ ശിക്ഷ വിധിക്കുമ്പോഴാണ് ഈ മണിക്കൂറുകളോളം ഉപരോധിക്കുന്നത്. അതും വെള്ളം പോലും നൽകാതെ ഇത്തരം വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നു. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ എത്രമാത്രം അവരുടെ അധ്യാപകരോട് ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു SFI KSU കലാപം എന്ന് മാത്രം നമുക്ക് പറഞ്ഞതിനെ തള്ളിക്കളയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു കൊടിതോരണം അഴിക്കുന്ന സംഭവമായാലും അല്ലെങ്കിൽ അവരുടെ കൊടിമരം മാറ്റുന്നതായാലും, ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഫ്ലെക്സ് ബോർഡ്, ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് ബോർഡ് KSU വെച്ചിരുന്നു. ആ ഫ്ലെക്സ് ബോർഡ് മാറ്റിയിട്ട് നടക്കാൻ പോകുന്ന 24 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരുടെ നാമനിർദ്ദേശ പത്രികയിലുള്ള കാര്യങ്ങളും അവരുടെ ആരൊക്കെയാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നത് ഇതെല്ലാം സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു SFIയുടെ ആവശ്യം. പക്ഷെ അതിനു വേണ്ടിയിട്ട് അധ്യാപകർ കൂട്ടുനിന്നു എന്നാണ് SFI ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം. KSUവിന് വേണ്ടി അധ്യാപകർ നിലപാടെടുത്തു എന്നുള്ളതാണ് SFI പറഞ്ഞു വരുന്നത്. SFI ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരോട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് SFIയുടെ നേതാക്കൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത്. അധ്യാപകരെടുത്ത നിലപാട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രതിഷേധം ഇത്തരത്തിലാകാമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതെ, അതായത് ഇപ്പോൾ നാം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ കോളേജ് എന്നുള്ളതല്ലല്ലോ വിഷയം. SFI ആയാലും KSU ആയാലും നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ, യുവതലമുറയുടെ മൂല്യബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഗുരുക്കന്മാർ ആരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്താണെന്നോ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും നമ്മുടെ തലമുറ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും ഈ നമ്മളൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇതുപോലുള്ള ഈ സമരത്തിൻ്റെ ഭാഗമായി പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ടും മറ്റുമൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാലം മാറിയതനുസരിച്ചുള്ള ഒരു മാറ്റമായി അശ്വതി അതിനെ കാണുന്നുണ്ടോ? കാലം മാറി എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ ഒരു എന്ത് വിഷയം വന്നാലും വയലൻസ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവരൊരു വയലൻസ് ആയിട്ട് അല്ലെങ്കിൽ തീവ്രമായ എന്തോ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെന്തോ നേടിയത് ഉള്ള ഒരു പ്രതീതിയാണ് അവരിൽ ഉണ്ടാക്കുന്നത്. അതിനാണ് കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നത്. ഇപ്പം ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതും സ്വയം വിമർശിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഈ യൂട്യൂബിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് വിഷയങ്ങൾ അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നതും ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നതും അവരെ ഒരു ആദർശ ധീരന്മാരായി കാണുന്നതും ഇത്തരത്തിലുള്ള വയലൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ഒരു സംസ്കാര ശൂന്യമായ ഒരു തലമുറ എന്ന് നമ്മൾ പറഞ്ഞു വരേണ്ടി വരുന്നത്, എവിടെയെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു സെൽഫി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഇപ്പോൾ റോഡിൽ ഒരു അപകടം സംഭവിച്ചാൽ ആ അപകടം നടന്നത് എങ്ങനെയൊന്നോ അല്ലെങ്കിൽ അതിൽ രക്ഷാമാർഗങ്ങളല്ല നമ്മൾ നോക്കുന്നത്. അവിടെ നിന്ന് എത്ര പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്ത് അത് ഷെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നാം ആലോചിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് നാം ഇതിലൂടെ കാണുന്നത്. അപ്പോൾ SFI കുട്ടികളായാലും KSU ആയാലും വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്ക് അവർക്ക് 2 കല്ലെറിയുകയോ അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടിക്കുകയോ ചെയ്യുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് അവർ ഇപ്പോൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരിലേക്ക് അല്ലെങ്കിൽ അവർ ബഹുമാനിക്കേണ്ടവരിലേക്ക് ഒക്കെ അവരുടെ സ്പർദ്ധ വളരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ SFIയുടെ മുദ്രാവാക്യം തന്നെ അവരുടെ ആ വെള്ള കൊടിയിൽ സ്വാതന്ത്ര്യം
ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നു. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ജനാധിപത്യം? ഇതാണോ സോഷ്യലിസം എന്നുള്ളത് നമ്മൾ ഈ സംഭവങ്ങളിലൂടെ തീർച്ചയായും നോക്കി കാണേണ്ടതല്ലേ? കാരണം സ്വാതന്ത്ര്യം ആവാം, പക്ഷേ ജനാധിപത്യം ഇത്തരത്തിൽ കോളേജിലായാലും മറ്റു ഇലക്ഷനിൽ നടക്കുന്ന ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള ജനാധിപത്യം വേണമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി നിൽക്കുകയല്ലേ? പ്രത്യേകിച്ചും ഒരു പുരോഗമന സംഘടനയാണ്. ഒരു പുരോഗമന സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഈ തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകും. അല്ല, SFI നേരത്തെ നടത്തിയ പല സമരങ്ങളും അവർ വിജയം കണ്ടിട്ടുണ്ട്. അതിലൂടെ അവര് അങ്ങനെ തന്നെയാണ് ആ പ്രസ്ഥാനം വളർന്ന് ഇത്രയും ഒക്കെ പടർന്ന് പന്തലിച്ചതൊക്കെ. പക്ഷേ അവരിൽ നിന്ന് ഇന്നിപ്പോ MB ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ സമരത്തെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെയും നാം ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ ഇത്തരത്തിൽ അക്രമവാസനയിലേക്ക് മാറി വരുന്നത്? എന്തുകൊണ്ടാണ്? അതിപ്പോൾ ഒരു SFI പ്രസ്ഥാനത്തിന് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമാണോ എന്നുള്ളതിനെ കുറിച്ച് നാം ഒന്നുകൂടെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ MV ഗോവിന്ദന്റെ പ്രസ്താവന, അദ്ദേഹം ഈ സംഭവത്തെ തള്ളി പറഞ്ഞു. പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം SFIയോട് ഇക്കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പഠിക്കട്ടെ എന്നുള്ളതാണ്. ഇതിൽ എന്താ കൂടുതൽ പഠിക്കാനുള്ളത്? ഇതിൽ എന്താണ് പഠിക്കാനുള്ളത്? അവിടെ നടന്ന സംഭവങ്ങൾ CCTV ദൃശ്യങ്ങളിലടക്കം പുറത്തു വന്നു. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി അറിയാം. എന്തോ ആയിക്കോട്ടെ, 10 മണിക്കൂറോളം നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരുന്ന അധ്യാപകരെ ഇങ്ങനെ പൂട്ടിയിടുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ആ തരത്തിലല്ലേ വിലയിരുത്താൻ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ അധ്യാപകർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെന്നും കാണുന്ന വ്യക്തികൾ തന്നെയാണ്. ഇപ്പോൾ ഒരു വിഷയം വന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ച ആ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത, അങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ പഠിച്ച സമയത്താണെങ്കിലും ഇപ്പോൾ ഈ ലോ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കോഴ്സുകളല്ല 3 വർഷം അല്ലെങ്കിൽ 5 വർഷം ദീർഘമായ കോഴ്സുകളാണ്. ഈ സമയത്തെല്ലാം നാം നിരന്തരം കാണുന്നത് നമ്മുടെ വീടുകളിൽ ചിലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ക്ലാസ് റൂമുകളിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അത്രയും അടുപ്പമുള്ള വ്യക്തികളോട് ഒരു 2 or 3 കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു KSU എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു അധ്യാപകർ വഴിമാറി ചിന്തിച്ചു, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം വലിയൊരു ഇവരെങ്ങനെയാണ് ഇത്തരത്തിലൊരു രീതിയിലേക്ക് ഇവര് തീരുമാനങ്ങളിൽ എത്തിപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു സമരമാർഗം അവര് നോക്കിക്കാണുന്നു. ആ സമരമാർഗത്തിൽ ഈ ടീച്ചേഴ്സിനെ, അവരുടെ അധ്യാപകരെ തന്നെ അതിൽ ബലിയാടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ SFI പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതും ചർച്ച ചെയ്യപ്പെടാൻ കാര്യം എന്തായാലും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞ കാര്യം അധ്യാപകർ കേട്ടില്ല, ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, പിന്നെ ഇതല്ലാതെ എന്ത് ചെയ്യാനെന്നുള്ള ചോദ്യമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ട്. അല്ല, അതാണ് നമ്മൾ ആലോചിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വെട്ടും കുത്തും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമവാസനയിലൂടെയാണോ അതിനൊരു പരിഹാരം കാണേണ്ടതെന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഈ ന്യൂജൻ കുട്ടികൾ അത്തരത്തിൽ വഴിമാറ്റപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇതിന് സമാധാനത്തിന്റെ പാതയല്ല എന്നുള്ളതാണ് SFI ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു കാരണം അധ്യാപകർ എടുത്ത ഞങ്ങളുടെ നിലപാടുകൾക്കെതിരെ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ എടുത്ത നടപടികൾക്കെതിരെയാണെന്നാണ് അവർ പറയുന്നത്. അല്ല, SFI എന്തുകൊണ്ട് അത്തരത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ ചിന്താഗതികൾ ആ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അതെ. അപ്പോൾ ഇത്തരം നിലപാടുകളല്ല ഗാന്ധിയൻ മാർഗമാണ് വേണ്ടതെന്നാണോ പറഞ്ഞത്? ഗാന്ധിയൻ മാർഗം കൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം കോളേജുകളിലും ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഗാന്ധിയൻ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് തന്നെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. കാരണം അത്തരത്തിലൂടെ മാർഗങ്ങളിലൂടെയും നമുക്ക് സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളത് നേടിത്തരാൻ കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പറ്റുന്നില്ല? എന്തിനാണ് വയലൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അക്രമവാസനകൾ മാത്രമല്ല, അവരുടെ മാനസികാവസ്ഥ അത്രയ്ക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളോടൊരു ശത്രുത തോന്നുമ്പോൾ ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ ഞാൻ അതിനുവേണ്ടി പ്രാപ്തയാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ ആ രീതിയിൽ മാറി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ മണിക്കൂറുകളോളമാണ് ഈ അധ്യാപകരെ ബന്ദിയാക്കിയത്. അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അവർ വെള്ളം കിട്ടിയില്ല, അതുപോലെ തന്നെ ശുദ്ധവായു പോലും മര്യാദയ്ക്ക് കിട്ടാത്തൊരു തരത്തിലേക്ക് ആണ് ആ കോളേജ് അന്തരീക്ഷത്തെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇത് ഇത്തരം സംഭവങ്ങൾ ഈ പൂട്ടിയിട്ടു അല്ലെങ്കിൽ വെള്ളം കിട്ടിയില്ല, വൈദ്യുതി കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അവരെ കായികമായി ആക്രമിച്ചു എന്ന് ആ ടീച്ചർ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എൻ്റെ കഴുത്ത് ഞാൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഒരു സ്പ്രെയിൻ ഉണ്ട്, എന്നെ പിടിച്ച് വലിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കായികമായും കൂടി അവർ ഉപദ്രവിക്കുകയാണ്. അവരെ ബന്ദിയാക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അവിടെ ഈ പെൺകുട്ടികൾ ഒപ്പം കൂടെ ഈ സമരത്തിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം സമര രീതികളിൽ നിന്ന് പിന്മാറും ഈ രാഷ്ട്രീയം. ഇതിപ്പം SFI മാത്രമല്ല, KSU ഇതിനു മുൻപും നാം കേട്ടിട്ടുണ്ട്, കരിയോയിൽ ഒഴിക്കുന്ന അധ്യാപകന് നേരെ കരിയോയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ റൂമിൽ പ്രിൻസിപ്പാളിനെ ബന്ദിയാക്കുക.
ഇപ്പോൾ ഈ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് തന്നെയാണെങ്കിലും അവിടെയും ഇതുപോലെ തന്നെ പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും മണിക്കൂറുകളോളം ബന്ദിയാക്കിയിരുന്നു. ഇത്തരത്തിലൊരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോയില്ലെങ്കിലും ഇതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ മാസം വെള്ളത്തിന്റെ പേരിലാണ് ഒരു അധ്യാപികയെ പൂട്ടിയിട്ടത്. അപ്പോൾ ആ പ്രിൻസിപ്പാൾ പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതിനൊക്കെ പിന്നീട് അവർ ക്ഷമ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തുന്ന ഒരു അവസ്ഥ കണ്ടു. അപ്പോൾ എന്തിന്റെ പേരിലായാലും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള അക്രമവാസനയ്ക്ക് ഉള്ളവരായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇവർ കോളേജ് തലത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ചെയ്തു. ഈ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ആ വൈരാഗ്യ ബുദ്ധി ഇതൊക്കെയല്ലേ ഇങ്ങനെ ദിവസം പ്രതി വരുന്തോറും ഇത് കൂടി വരികയാണ്. ഒരിക്കലും കുറയുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഇവർ ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ഇത് തന്നെ ആയിരിക്കാം അവർ സമൂഹത്തിന് ഈ കോളേജിന്റെ ക്യാമ്പസിന് പുറത്തിറങ്ങുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ മാറുന്നതിന് നാം എവിടെ കടിഞ്ഞാനിടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. തീർച്ചയായും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി ഇപ്പോൾ MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ നിലപാടിനെതിരെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് അവസാന വരികളിലേക്ക് വരുമ്പോൾ അതൊന്ന് മയപ്പെടുന്ന പോലെ തോന്നുകയും ചെയ്യും. പക്ഷേ ഇത് അവസാനിക്കുമെന്ന് അശ്വതിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പോലീസ് കേസും അന്വേഷണവും ഒക്കെ ഉണ്ട്. 60ഓളം പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസ് എടുത്തുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും കേസ് എടുക്കുന്നതുകൊണ്ട് മാത്രം ഇതിനൊരു പരിസമാപ്തിയിൽ എത്തുന്നില്ലല്ലോ. കാരണം ഇപ്പോൾ ഈ കേസ് എടുക്കുക എന്ന് പറയുമ്പോൾ കൂടിയും അവരുടെ വൈരാഗ്യ ബുദ്ധി ഒന്നുകൂടെ കൂടുകയാണ്. ഇപ്പോൾ അവർ ഇന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ട് SFIക്ക് മാത്രമായിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. KSUക്കാരെ ആരും കേസ് എടുത്തിട്ടില്ല. അത് മാത്രമല്ല പ്രിൻസിപ്പാള് ഈ CCTV ദൃശ്യങ്ങളിൽ അവർ കാണുന്നുണ്ട്. പ്രിൻസിപ്പാള് KSUക്കാരുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നാണ് SFI സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം ഇതൊരു വലിയ വാർത്തയായി കഴിഞ്ഞു. അധ്യാപകർ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. അവരിപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇത്രയും അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടാൽ അറിയാവുന്ന ഇത്ര പേർക്കെതിരെ കേസ് എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരിൽ എത്ര പേർ ഒളിവിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഭരിക്കുന്നത് ഇവിടെ LDF ആണ്. CPMന്റെ ഒരു പ്രധാന വിദ്യാർത്ഥി അല്ല, അതൊക്കെ തന്നെ ആയിരിക്കാം ഇവർക്ക് കൂടുതൽ തണലേവുന്നത്. ഇത്തരത്തിലുള്ള എന്ത് ചെയ്താലും ഞങ്ങൾക്കൊക്കെ ഊരി പോരാൻ പറ്റും, അല്ലെങ്കിൽ ഇതാക്കിയാണ് നമ്മുടെ പുതിയൊരു ന്യൂജൻ സ്റ്റൈൽ എന്ന് അവർ തന്നെ ധരിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിലുള്ള അശ്വതി തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പോയിന്റിലേക്ക് വരുമ്പോൾ ഈ CCTVയിൽ KSUവിന്റെ വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലെങ്കിൽ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരെ SFI പറയുന്നത് ശരിയാകില്ലേ? രണ്ട് സൈഡ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ SFI പറയുന്നത് ശരിയാണെങ്കിലും അതിനുള്ള ഒരു എന്താ പറയുക, അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ രീതിയാണോ കാണേണ്ടതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സമരം ജയിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അധ്യാപകരെയും മറ്റും പൂട്ടിയിടുക, ഇതൊരു എന്താ പറയുന്നത്, ഒരു മാനുഷികമായ പരിഗണന ഒരാൾ വ്യക്തിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ അധ്യാപകനെ പൂട്ടിയിട്ട് സമരമുറ ഉപയോഗിച്ചു എന്നുള്ളതല്ല അവിടെ. അതിനേക്കാൾ ഉപരിയായിട്ട് അവർ മനുഷ്യരാണ്. അധ്യാപകർ എന്നുള്ള അപ്പുറത്തേക്ക് അവർ മനുഷ്യരാണ്. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് അവരെ ബന്ദിയാക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ കഴിയുന്ന? എനിക്ക് യോജിക്കാൻ കഴിയില്ല ഒരിക്കലും. അതിപ്പോ എന്തിന്റെ പേരിലായാലും. അപ്പോൾ ഇതൊരു തീവ്രവാദ നിലപാട് പോലെയാണോ എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു യുവതലമുറ പോലും ഇത്തരത്തിലുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ ഇത്തരത്തിൽ മാറിയെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ തന്നെ വിവക്ഷിക്കേണ്ടി വരും. തീർച്ചയായും. അപ്പോൾ SFI സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. എന്തായാലും ഈ വിഷയം കൂടുതലായി നമ്മൾ SFI എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ നിർത്താതെ എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതലമുറ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് മാറുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായി ഈ കാലഘട്ടത്തിൽ പ്രസക്തിയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യം. തീർച്ചയായും ഞാൻ ഈ വിഷയത്തിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Human beings and animals are interrelated. Ma'am? Students, our sports day is on Friday. Yes! Who are there for 100 meters race? Miss, I am. Miss, me too. Next 100 meters boys race, come on!
Slow down. Molding better humans. Sri Gokulam Public Schools, Kerala and Tamil Nadu. നല്ല പടപടക്കുന്ന മീനാ. അപ്പൊ ഒരു 300 ഇടാൻ പറ്റി. 500 രൂപ എന്നൊക്കെ പറയുന്ന അല്പം കൂടുതലാണ്. ഒരു 400 രൂപ അങ്ങ് തരും. 300 എന്ന് പറഞ്ഞ 500 കേക്കും. എന്തൊരു പച്ചറുമ്പത്. രസം ഗ്യാസിന് ഇവനാ. അവസാനം നല്ല രസമാകരുത്. തലവേദനയ്ക്ക് വെള്ളക്കി അരച്ചത്, മുട്ടുവേദനയ്ക്ക് കുഴമ്പ്, അതാ ശീലം. സൂക്ഷിച്ച് അയ്യോ എന്തോന്നട ഇത്, ഭൂമി ഉലുക്കോ ആകെ മൊത്തം ഒരാട്ടം. അതെ, അമ്മയുടെ ഇയർ ബാലൻസ് പോയി കിടക്കുന്നതാ. അതെങ്ങനാ ആശുപത്രി പോകാൻ പറഞ്ഞ കേക്കത്തില്ലല്ലോ. അതിനിവിടെ ഏത് ആശുപത്രിയാടി നല്ലതുള്ളത്? ദൈവമായിട്ടാണ് കൃത്യസമയത്ത് തന്നെ എന്നെ ഇവിടെ എത്തിച്ചത്. മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. തിരുവനന്തപുരം ലോ കോളേജിൽ അധ്യാപകരെ ബന്ദിയാക്കിയ സംഭവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അധ്യാപകരോട് ഈ തരത്തിലാണോ വിദ്യാർത്ഥികൾ പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ചയാണ് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ആ വിഷയത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തീർച്ചയായും വേറൊരു കാര്യം കൂടെ അല്ലേ, എന്താ പറയാൻ വന്നത്? അതെ, ഈ ലോ കോളേജിൽ പഠിക്കുന്നു, നിയമ വിദ്യാർത്ഥികളാണ്, നിയമം പഠിച്ച് നടപ്പാക്കേണ്ടവരാണ്, അവരാണ് ഈ വൃത്തികേട് കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നില്ലേ? അതെ, ലജ്ജ തോന്നുന്നത് മാത്രമല്ല, എന്തുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള ഈ മൂല്യം നഷ്ടപ്പെട്ട പ്രവർത്തികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പഴയ സ്റ്റാൻഡിലേക്ക് തന്നെ നിലപാടിലേക്ക് പോവാണ്. കാരണം നിയമം കയ്യിലെടുക്കരുതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ നിയമ വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുമ്പോൾ ഇവരെന്താണ് ഇവരുടെ പാഠഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ ജീവിത ചര്യയിൽ നിന്നോ ഇവരെന്താണ് പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. തിയറി പഠിക്കുന്നതിലല്ലോ കാര്യമുള്ളത്. അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മൂല്യമുണ്ട്, നമ്മൾ ആർജിച്ചെടുക്കേണ്ട കുറെ വാല്യൂസ് ഉണ്ട്, അതെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവരൊക്കെ നാളെ ഭാവിയിലെ വക്കീലന്മാരും മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ഇവരെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുക? ഇത്തരം ഒരു നിയമത്തിന്റെ അജ്ഞതയിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഒരിക്കലും അവർക്കറിയില്ല ഇത് കേസാവും. അത് അത്തരത്തിൽ കാണാൻ കഴിയും അശ്വതി. ഇപ്പോൾ ഡോക്ടർമാർ സമരം ചെയ്യുന്നില്ലേ? അവർ നാളെ ഈ ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഡോക്ടർമാർ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികളടക്കം പലരും സമരം എന്തിനു വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്? അവരൊരിക്കലും സമരം ചെയ്യുന്നത് ഒന്നെങ്കിൽ അവർക്ക് മറ്റ് പേഷ്യൻസിൽ നിന്നോ മറ്റുള്ള കിട്ടിയിട്ടുള്ള അക്രമങ്ങളുടെ, ഇപ്പൊ ഇന്നലെ തന്നെ അവർ സമരം ചെയ്തത് അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ടാണ്. രണ്ടാമത് അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഡോക്ടേഴ്സ് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെയാണ്. അതിന് പകരമായിട്ട് ഇതുപോലെ അധ്യാപകരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ മണിക്കൂറുകളോളം ബന്ദിയാക്കുക, അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുക, അവർക്ക് വേണ്ട ഇലക്ട്രിസിറ്റി പവർ കട്ട് ചെയ്യുക, ഇത്തരത്തിലൊക്കെ പറയുന്നത് സത്യത്തിൽ അവരുടെ ഒരു ബോംബെറിഞ്ഞ് കൊല്ലുന്നതിനേക്കാൾ അപ്പുറമാണ്. അവരുടെ മനസ്സിൽ അക്രമവാസനയാണ് അവർ ഈ പല രൂപത്തിലും പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു കലാലയം ആകുമ്പോൾ ആ രീതിയാണ് വൈരുദ്ധ്യാത്മകം എന്ന് പറയുന്നത്. നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ നിയമം കയ്യിലെടുത്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് പറയുന്നത്. അതിപ്പോ ഞാൻ ഒരിക്കലും SFI KSU എന്നുള്ളൊരു ബ്രാൻഡഡ് നെയിം കൊടുക്കാതെ അങ്ങനെ ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ നടപ്പുവശം എന്തുകൊണ്ട് ഇത്തരത്തിൽ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്
കുറിച്ചാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ആദ്യ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പറയുന്നത്. അത് തന്നെയാണ്, അതാണ് നമ്മൾ സ്വയം വിമർശനത്തിന് എടുക്കേണ്ട ഒരു വിഷയം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ, ഈ വിദ്യാർത്ഥികളെ നിയമം പഠിപ്പിച്ച അധ്യാപകരെയാണ് അവർ ഇത് ചെയ്തു എന്നുള്ളത്. അപ്പം കാര്യങ്ങൾ പഠിച്ചു കൊടുക്കുന്ന, അതിപ്പം നിയമ അധ്യാപകരായാലും ഏത് അധ്യാപകരായാലും LP സ്കൂൾ മുതൽ ഏത് തലത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായാലും ഇങ്ങനെ പാടില്ല എന്നാണോ അശ്വതി പറഞ്ഞു വരുന്നത് അല്ലേ? അല്ല, ഒരു അധ്യാപകർ എന്നുള്ളതിനെ മാറ്റി നിർത്തുക. അവരൊരു മനുഷ്യരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് എതിരായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ അയാളെ നമുക്ക് എന്താ പറയുക, ഇപ്പൊ അവരൊരു പ്രവൃത്തി, ഇപ്പൊ അവരൊരു ഫ്ലെക്സ് ബോർഡ് വെക്കുക എന്നുള്ളതാണ് അത്ര വലിയൊരു സംഭവമായിട്ട് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നു? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊരു പറഞ്ഞ് പരിഹരിച്ച്, അല്ലെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഇവർക്കൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ രാഷ്ട്രീയമല്ലേ, കലാലയ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം തരത്തില്ല. കലാലയ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം അങ്ങനെ ആണെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ നേരത്തെയും, ഇപ്പൊ ഞാൻ മഹാരാജാസിലാണ് പഠിച്ചത് എറണാകുളത്ത്, അവിടെയൊക്കെ കോംപ്രമൈസിന്റെ പാത ഉണ്ടായിരുന്നു. ഈ അവിടെയൊക്കെ നമുക്കറിയാലോ, സൈമൺ ബ്രിട്ടോയെ പോലുള്ളവരും അതുപോലെയുള്ള ഒത്തിരി പേരുടെ ചോര വീണ മണ്ണാണ് മഹാരാജാസ് എന്ന് പറയുന്നത്. അവിടെയും KSU SFI രാഷ്ട്രീയം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആ സന്ദർഭങ്ങളിലും അധ്യാപകരെ പ്രതിക്കൂട്ടിലാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവർ തന്നെ സ്വയം ശിക്ഷിക്കുക, ഇവർ തന്നെ നീതി നടപ്പിലാക്കുക, ഇവർ തന്നെ കുറ്റം ചുമത്തുക, ഈ വിദ്യാർത്ഥികൾ തന്നെ കുറ്റം ചുമത്തുക, അവർ തന്നെ നീതി നടപ്പിലാക്കുക, അവർ തന്നെ ശിക്ഷ വിധിക്കുക എന്നൊരു രീതിയിലേക്ക് മാറിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ അറിവ് കുറവുണ്ടാണെങ്കിൽ തിരുത്താം. പക്ഷെ അത്തരത്തിലൊരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമരങ്ങൾ മാറുന്നു എന്നുള്ളതിനെ നാം നോക്കിക്കാണേണ്ടത് ഈ രീതിയിലല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തോന്നുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ട് ക്ലബ്ബ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമസഭയിൽ നമ്മൾ നടക്കുന്ന അലങ്കോലങ്ങളും കോലാഹലങ്ങളും ബഹളവും എല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ മാറിയിട്ടുമില്ല. അപ്പോൾ അവിടെയും പലപ്പോഴും നിയമം പഠിച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ MLA-മാരായിട്ടും മന്ത്രിമാരായിട്ടും ആയിട്ടൊക്കെ സ്പീക്കർ തലത്തിലും ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അതിനെ ഒരു രാഷ്ട്രീയം, പാർട്ടി എന്നുള്ള കൊടിക്കീഴിൽ അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നാം ഈ രീതിയിൽ, ഇപ്പോൾ അവര് MLA ആണെങ്കിലും MP ആണെങ്കിലും മന്ത്രി ആണെങ്കിലും അവരെല്ലാവരും മനുഷ്യർ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ചിന്താഗതികൾ ഇത്തരത്തിൽ മാറുന്നു? എന്തുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ യുവതലമുറ ഇത്തരത്തിലുള്ള വയലൻസിലേക്കൊക്കെ മാറുന്നു? അവരുടെ അധ്യാപകരെ തന്നെ കൂട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. സാധാരണ ഈ അധ്യാപകരെയൊക്കെ കുട്ടികൾ വളരെയധികം ബഹുമാനിക്കുന്നു. ബഹുമാനത്തേക്കാൾ അവർക്ക് സ്നേഹമാണ് അവരുടെ അധ്യാപകരോട് എന്നാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ആ അധ്യാപകന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ചിലപ്പോൾ ഒരു മരണം അവിടെ ആ വീട്ടിലെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെല്ലാം കൂടി അവിടെ ചെന്ന് നിന്ന് സഹായിക്കുന്നത് കാണുന്ന, അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം പേരും അത്തരത്തിലൊക്കെ അധ്യാപകരെ പരിപാലിച്ച് പോകുന്ന കുട്ടികൾ തന്നെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ അധ്യാപകർ ഞങ്ങൾക്ക് സ്വസ്ഥമായി എന്തിനായിരിക്കും അവർ ഹൈക്കോടതിയിൽ പോയത്? ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ളതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്? അല്ലല്ലോ. നാളെയും ഇത് ആവർത്തിക്കപ്പെടുമെന്ന് അവർക്ക് ഭയമുള്ളത് കൊണ്ടല്ലേ അവർ കോടതിയെ പോലുള്ള ഒരു സംവിധാനത്തെ, നിയമം പഠിപ്പിക്കുന്ന അവർ തന്നെ ഒരു നിയമവ്യവസ്ഥയെ പോയി ആശ്രയിക്കുകയാണ്. അവർ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് ആ കോടതിയോട് അവർ അപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ മുന്നിൽ ഒരു അധ്യാപകൻ അപേക്ഷയുമായി വരേണ്ടി വരുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, ഞാനിപ്പോഴും പറയുന്നത് കലാലയത്തിൻ്റെതായ പല സ്വഭാവങ്ങളും കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇവിടെ ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇപ്പോഴും ഈ ലോ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കൊമ്പ്, 1-2 കൊമ്പ് കൂടുതലുണ്ടെന്നൊരു ധാരണ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെയാണ് രാഷ്ട്രീയം പന്തലിക്കുന്നതെന്നും അവരുടെ മനസ്സിലാണ് രാഷ്ട്രീയ ബോധമുള്ളതെന്നും അവരാണ് മാർക്സും ഏംഗൽസും എന്നൊക്കെ പറയുന്ന ശൈലി നാം പണ്ട് മുതലേ കണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ആവർത്തനമാകാം. പക്ഷെ അത് ആ ആവർത്തനം ഈ രീതിയിലേക്ക് പോകുമ്പോഴാണ് നാം അത് ചർച്ചയാക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ അധ്യാപകരുടെ കാര്യമാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. കാരണം അവിടെ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ അധ്യാപകർ ചില കടംപിടുത്തങ്ങൾ പിടിച്ചോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത്, അധ്യാപകർ എന്ത് കടംപിടുത്തം പിടിച്ചാലും അവരെ ശിക്ഷിക്കേണ്ട രീതി ഇതാണോ? വിദ്യാർത്ഥികളാണോ അവരെ ശിക്ഷിക്കേണ്ടത്? അവർക്ക് വേറെ എന്തൊക്കെ നിയമപരമായ നീതി കിട്ടാതെ വരുമ്പോൾ പിന്നെ എന്താ മാർഗം? നീതി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണോ അത് പറഞ്ഞു വെക്കുന്നത്? എവിടെയാണ് അത് അവർക്ക് മറ്റൊരു സംഘടനയ്ക്ക് നീതി കൊടുക്കുന്നു, ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന, നീതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നീതി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്രയോ നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്.
അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മൾ ശത്രുക്കളൊന്നുമല്ലല്ലോ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ അല്ലേ. അവരെല്ലാവരും പല പല വീടുകളിൽ നിന്ന് വരുന്നു, നമ്മളൊരു വീടായിട്ട് നമ്മുടെ കലാലയത്തെ കാണുന്നു, നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുന്നു, സഹകരിക്കുന്നു, മറ്റുള്ളവൻ കൊണ്ടുവരുന്നതിൻ്റെ പാത്രത്തിൽ നിന്ന് നമ്മൾ കൈയിട്ട് വാരി കഴിക്കുന്നു. അങ്ങനെ ഒരു 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 പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഒരു കലാലയം എന്ന് പറയുമ്പോൾ. ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സന്തോഷം അനുഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് നാം നോക്കിക്കാണുന്നത് നമ്മുടെ കലാലയ ജീവിതമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കലാലയത്തെ ഈ ഇത്തരം പ്രവർത്തികൾ കൊണ്ട് അതിൻ്റെ എന്താ പറയുന്നത് പവിത്രതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്ത് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാലും സ്വന്തം അധ്യാപകരെ തന്നെ ബന്ദികളാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമവാസനയിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം സഞ്ചരിക്കേണ്ടത്? എവിടെയാണ് നമുക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ മൂല്യങ്ങൾ ചോർന്നു പോയത്? ഈ യുവതലമുറ നാളെ എന്തായിരിക്കും നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്നതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയി ആലോചിക്കേണ്ട ഒരു ഘട്ടം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ അധ്യാപകർക്കും സംഘടനയുണ്ട്. അധ്യാപകരും രാഷ്ട്രീയപരമായ ചില നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന അധ്യാപകർ ഞങ്ങളോട് കാണിച്ച അനീതിയാണ് എന്ന് ഈ വിദ്യാർത്ഥികൾക്ക് തോന്നിയിട്ടുണ്ടാകില്ലേ? ഒരിക്കലും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമുക്ക് അതൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ. ഇത് വേറെ അന്താരാഷ്ട്ര വിഷയമൊന്നുമല്ലല്ലോ. ഒരു ഫ്ലെക്സ് ബോർഡ് ഒരു ക്യാമ്പസിനകത്ത് വെക്കുന്നതല്ലേ വിഷയം. അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അവിടെ ഒരു ചായ്വ് കാണിച്ചു, അല്ലെങ്കിൽ KSUവിനോട് ചായ്വ് കാണിച്ചു, SFIയോട് പ്രതികാരം കാട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് നാം സ്വീകരിക്കേണ്ട രീതി ഇതാണോ എന്ന് മാത്രമാണ് നമ്മുടെ. എന്തായാലും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നൊരു കാര്യം പുറത്തു നിന്നുള്ള ഇടപെടലുകളാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് അപ്പുറം സംഘടനയെ നിയന്ത്രിക്കുന്നവർ പലരും പുറത്തുനിന്നുള്ള. ഗോവിന്ദൻ മാഷ് അത്തരമെങ്കിലും അതിനെ ഞാൻ ആ സമരമുറയോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് കുറെ കൂടെ ശരിയാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അതാണ് നമ്മുടെ പൊതുസമൂഹം. ഒരു ഉറച്ച നിലപാടെടുത്ത് ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനൊരു നടപടി കൂടി വേണ്ടേ? ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. SFI നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഇത് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഒന്നായി കാണുന്നതുമില്ല. ഇല്ല, അല്ല, ഈ മൂല്യച്യുതി സംഭവിച്ചത് എവിടെയാണെന്ന് നോക്കി കണ്ടുകൊണ്ട് അത്തരത്തിൽ നാളെ ഒരു നല്ല ദിവസമായിരിക്കാം, നാളെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി വേണമെങ്കിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. തീർച്ചയായും. എന്തായാലും അശ്വതി പറഞ്ഞതുപോലെയും പൊതുവായി സമൂഹം വിലയിരുത്തുന്നത് പോലെയും നമ്മുടെ ഗുരുക്കന്മാർ അവർ മാനിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള സമര രീതികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടും യോജിപ്പില്ല. ഗുരുക്കന്മാർ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരെല്ലാവരും മനുഷ്യരാണ്. ഒരു മാനുഷികമായ പരിഗണന, മാനുഷികമായ അവകാശങ്ങൾ എല്ലാവർക്കും. ഒരുപക്ഷെ ആ കുട്ടികളുടെ അമ്മയോ അച്ഛനോ ആകാനുള്ള ആ പ്രായത്തിലുള്ളവരാണ് ഈ അധ്യാപകരായി പലരും ഉള്ളത്, ഈ ചെറുപ്പക്കാരായിട്ടുള്ളവരും ഉണ്ട്. എങ്കിൽ കൂടിയും ആ തരത്തിൽ തന്നെ കണ്ടുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി ഉയരുന്നത്. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം അക്രമ സമരങ്ങളിൽ നിന്ന് പിന്മാറാൻ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി. ഇന്നത്തെ ചീഫ് എഡിറ്റേഴ്സ് കോളം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.